ഹലോ സ്റ്റുഡൻസ്, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 80 ആൻഡ് 81 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. പെയേഴ്സ്. ക്വസ്റ്റ്യൻ: രജനി ഹാസ് 3 necklaces ആൻഡ് 3 ഇയറിംഗ്സ്. കളേഴ്സ് ഗ്രീൻ, ബ്ലൂ ആൻഡ് റെഡ് സ്റ്റോൺസ് ഉള്ള. നെക്ലസ് 3 ഉണ്ട്, ഇയറിംഗ്സ് 3 ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇൻ ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ഷീ ക്യാൻ വെയർ ദം. 3 നെക്ലസ് ഉണ്ട്, 3 ഇയറിംഗ്സ് ഉണ്ട്. ഒരു പ്രാവശ്യം ഒരു നെക്ലസും ഒരു ഇയറിംഗ് സെറ്റും മാത്രമാണ് വെയർ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ 3 നെക്ലസ് സെറ്റും 3 ഇയറിംഗ്സും വെച്ചിട്ട് എത്ര കോമ്പിനേഷനിൽ വെയർ ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്പർ ഓഫ് വേസ് പോസിബിൾ വിത്ത് 3 നെക്ലസ്. 3 നെക്ലസ് ഉണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് എത്ര ഡിഫറെൻറ്റ് വേസിൽ വെയർ ചെയ്യാൻ പറ്റും? ഒരു ദിവസം ഒരു പ്രാവശ്യം ഒരെണ്ണം വെയർ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ 3 നെക്ലസ് ഉള്ള കാരണം 3 വേസ്. ഇയറിങ്സ് 3 ഉണ്ട്, അത് എത്ര പോസിബിൾ വേസിൽ പറ്റും? 3 ടൈംസ്. ആദ്യം ഒരു ദിവസം ഒരെണ്ണം, പിന്നെ വേറെ പോസിബിലിറ്റി നെക്സ്റ്റ് വേറെ ഡിഫറെൻറ്റ് കളർ. അപ്പോൾ 3 ഡിഫറെൻറ്റ് വേസിൽ ഇയറിങ്സും പറ്റും. ഇനി ടോട്ടൽ കോമ്പിനേഷൻ പോസിബിൾ വിത്ത് 3 ഇയറിങ്സ് ആൻഡ് 3 നെക്ലസ്. ഈ 3 നെക്ലസ് ആൻഡ് 3 ഇയറിങ്സ് വെച്ചിട്ട് ഇത് തമ്മിലുള്ള കോമ്പിനേഷൻ എത്ര പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ആദ്യം ഒരു ഗ്രീൻ നെക്ലസ് ധരിച്ചിട്ട് ഗ്രീൻ തന്നെയുള്ള ഇയറിങ് വയ്ക്കുക, അല്ലെങ്കിൽ ബ്ലൂ വയ്ക്കുക, അല്ലെങ്കിൽ റെഡ് വെച്ചിട്ടുള്ള ഇയറിങ്സ് വയ്ക്കുക. പിന്നെ നെക്ലസിൻ്റെ കളർ മാറ്റി ഈ 3ഉം റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ എത്ര കോമ്പിനേഷൻ പറ്റുമെന്നുള്ളത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ കോമ്പിനേഷൻ 3 വേസ് ഓഫ് നെക്ലസ് പ്ലസ് 3 വേസ് ഓഫ് ഇയറിങ്സ്. 3 × 3 നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ നമ്പർ സിസ്റ്റത്തിലെല്ലാം നമ്പർ പ്രോബബിലിറ്റി ചെയ്തപ്പോൾ ഡിജിറ്റ്സ്, ഒരു ഡിജിറ്റിൽ എത്രയാണ് മാക്സിമം പോസിബിൾ ഔട്ട്കം, അടുത്ത ഡിജിറ്റ് വെച്ചിട്ട് എത്ര, എന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തല്ലേ എടുത്തത്. അതേമാതിരി ഇത് ആദ്യത്തെ ഏരിയ ഫില്ല് ചെയ്യാനായിട്ടുള്ളത് 3 വേസ്, രണ്ടാമത്തെ ഫില്ലിങ്ങിനുള്ള 3 വേസ്. അപ്പോൾ 3 × 3 9. നമ്പർ ഓഫ് വേസ് ഷീ ക്യാൻ വെയർ യൂസിങ് 3 നെക്ലസ് ആൻഡ് 3 ഇയറിങ്സ് 9 ഡിഫറെൻറ്റ് വേസ്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹെർ വെയറിങ് എ നെക്ലസ് ആൻഡ് ഇയറിങ്സ് ഓഫ് ദ സെയിം കളർ. ഇപ്പോൾ നമ്മൾ കണ്ട ക്വസ്റ്റ്യനിൽ കളറിനൊന്നും പ്രശ്നമില്ല, എനി കോമ്പിനേഷനിൽ വെയർ ചെയ്യാം. അതിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ കണ്ടുപിടിച്ചത്, പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിച്ചത്. കോമ്പിനേഷൻസ് 9 ഡിഫറെൻറ്റ് വേസിൽ പറ്റുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര സെയിം കളറിൽ തന്നെ, ഇയറിങ്സ് ഏതാണോ നെക്ലസ് ഏതാണോ രണ്ടും സെയിം ആയിരിക്കണം. ആ കോമ്പിനേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഫേവറബിൾ ഔട്ട്കം ഓഫ് വെയറിങ് ദ സെയിം കളർ. നമുക്ക് വേണ്ടിയത് എന്താ? ഗ്രീൻ നെക്ലസ് വെയർ ചെയ്താൽ ഗ്രീൻ തന്നെ ആയിരിക്കണം ഇയറിങ്, ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, റെഡ്. അങ്ങനെ 3 വേസേ അത് പറ്റുള്ളൂ. ബിക്കോസ് 3 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള നെക്ലസും ഇയറിങ് ആണുള്ളത്. അപ്പോൾ കോമ്പിനേഷൻ രണ്ടും സെയിം ആയത് വേണം. അപ്പോൾ ഗ്രീൻ, ബ്ലൂ, റെഡ്. അപ്പോൾ 3 വേസ് ആണ് സെയിം കളറിലുള്ള വെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ടോട്ടൽ പോസിബിൾ ഔട്ട്കം നമുക്കറിയാമല്ലോ. 3 ഇയറിങ്സും 3 നെക്ലസും തമ്മിൽ 3 × 3 ആണ്. ടോട്ടൽ 9 വേസിൽ വെയർ ചെയ്യാം. നമ്മളത് ഓൾറെഡി കണ്ടായിരുന്നു. ഇനി അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് വെയറിങ് ദ സെയിം കളർ കോമ്പിനേഷൻ ഓർണമെൻറ്റ് വയ്ക്കുന്നത് എങ്ങനെ? 3 വേസിലാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കമായ സെയിം കളേഴ്സ് വരുള്ളൂ. ആ 3 ടോട്ടൽ കോമ്പിനേഷൻ എത്ര പോസിബിൾ? 9. അപ്പോൾ 3/9 ആണ് പ്രോബബിലിറ്റി ഓഫ് വെയറിങ് ദ സെയിം കളർ ഓർണമെൻറ്റ്സ്. 3/9 ഓർ 1/3. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ ആ പ്രോബബിലിറ്റി കാണണം, അത് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് വരുന്ന ഓപ്ഷൻസിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കൂ. ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ടോട്ടൽ പ്രോബബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം കളർ വെയർ ചെയ്യുന്ന ഒരു പ്രോബബിലിറ്റി, ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷനിൽ വെയർ ചെയ്യുന്ന വേറൊരു സെറ്റ് ഉണ്ട്. അതിന് പ്രോബബിലിറ്റി അതിൻ്റേതായുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ സം 1 ആണെന്ന് നമുക്കറിയാം. നമ്മൾ ഓൾറെഡി സെയിം കളറിൻ്റെ പ്രോബബിലിറ്റി കിട്ടി. അപ്പോൾ ഡിഫറെൻറ്റ് കളറിൻ്റെ കാണാൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാമല്ലോ. 1 - പ്രോബബിലിറ്റി ഓഫ് സെയിം കളർ. പ്രോബബിലിറ്റി ഓഫ് വെയറിങ് ദ സെയിം കളർ നമുക്ക് കിട്ടി 1/3. ലാസ്റ്റ് ആൻസർ കിട്ടിയത് 1/3. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് വെയറിങ് ഡിഫറെൻറ്റ് കളേഴ്സ് 1 -
പ്രോബബിലിറ്റി ഓഫ് വെയറിങ് ദ സെയിം. അത് നമുക്കറിയാം ഓൾറെഡി 1/3. 1 മൈനസ് 1/3 അപ്പോൾ 2/3. അതായത് പ്രോബബിലിറ്റി ഓഫ് വെയറിങ് എ നെക്ലസ് ആൻഡ് ഇയറിങ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് 2/3. അത് ഈസി ആയിട്ട് നമുക്ക് സെയിം കളറിൻ്റെ കോമ്പിനേഷൻ്റെ പ്രോബബിലിറ്റി കിട്ടിയത് കാരണം 1 നിന്ന് അത് മൈനസ് ചെയ്താൽ ഡയറക്റ്റ്ലി നമുക്ക് ഇത് കിട്ടും. ഇനിയിപ്പോൾ ഇത് ചെയ്തില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ മെത്തേഡും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ വേസ് വിത്ത് 3 നെക്ലസ് ആൻഡ് 3 ഇയറിങ്സ് നമുക്കറിയാം. 3 നെക്ലസും 3 ഇയറിങ്സും ടോട്ടൽ കോമ്പിനേഷൻ പോസിബിൾ ആയിട്ടുള്ളത് 9 ആണ്. 3 × 3. ഇനി നമുക്കുള്ള ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് കോമ്പിനേഷൻ വിത്ത് ഡിഫറെൻറ്റ് കളേഴ്സ്. ആദ്യം നെക്ലസ് എടുക്കുക. നെക്ലസ് ബ്ലൂ, ഗ്രീൻ, റെഡ് ആകാം നെക്ലസിന്. അപ്പോൾ നമുക്ക് കളർ റെസ്ട്രിക്ഷൻ ഒന്നും, ആദ്യത്തെ ഐറ്റം നമുക്ക് ഏത് കളറെങ്കിലും എടുക്കാം. രണ്ടാമത്തെ കളർ എടുക്കുമ്പോഴാണ് സെയിം ആണോ ഡിഫറെൻ്റ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ നെക്ലസിൻ്റെ ഇത് ഫിക്സ് ചെയ്യാം. നെക്ലസിൻ്റെ ചോയ്സ് ഉള്ളത് ഗ്രീൻ, ബ്ലൂ ഓർ റെഡ് ഉണ്ട്. അപ്പോൾ 3 നമ്പേഴ്സ് പോസിബിൾ ആണ്. സെലക്ഷൻ ഓഫ് നെക്ലസ്. ഇനി സെലക്ഷൻ ഓഫ് ഇയറിങ് വരുമ്പോഴേക്കും എല്ലാ കളറും പോസിബിൾ ആയിരിക്കില്ല. നമുക്ക് വേണ്ടത് ഡിഫറെൻറ്റ് കളറാണ് വേണ്ടത്. ബ്ലൂ എടുത്തിട്ടുണ്ടെങ്കിൽ നെക്ലസ് എടുക്കുമ്പോൾ ഗ്രീനും റെഡും മാത്രമേ പറ്റുള്ളൂ. അതായത് ഈ 3ഉം പറ്റില്ല. 2 കളർ മാത്രമേ നെക്ലസിൻ്റെ ഇയറിങ്ങിൻ്റെ സെലക്ഷന് പറ്റുള്ളൂ. നെക്ലസിൻ്റെ കളർ അല്ലാത്ത 2 കളർ മാത്രമേ ഇയറിങ്ങിന് പറ്റുള്ളൂ. അപ്പോൾ ഇയറിങ്ങിൻ്റെ സെലക്ഷൻ്റെ ടോട്ടൽ നമ്പർ എത്ര കിട്ടുന്നത്? 3 കിട്ടില്ല, 2 കിട്ടുള്ളൂ. ബിക്കോസ് നമുക്ക് ഡിഫറെൻറ്റ് കളറുള്ളതേ വേണ്ടത്. അപ്പോൾ നെക്ലസിൻ്റെ കോമ്പിനേഷൻ നോക്കുമ്പോൾ ഇത് നോക്കുമ്പോൾ 3 നെക്ലസിന് ഓപ്ഷൻസ് ഉണ്ട്. ഇയറിങ്സിന് 2 നമ്പേഴ്സ്, 2 ഓപ്ഷൻസേ ഉള്ളൂ. അപ്പോൾ 3 × 2 ആണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻ ആയിട്ട് വരുന്ന ഔട്ട്കംസ്. ദാറ്റ് ഈസ് 3 × 2 6 വേസിൽ. നമ്മൾ ഇവിടെ നോക്കിയാൽ ഈ 3 ഇയറിങ്സ് 3 നെക്ലസ് 9 ഡിഫറെൻറ്റ് വേസിൽ വെയർ ചെയ്യാൻ പറ്റുന്നതിൽ 6 വേസിൽ നെക്ലസിൻ്റെയും ഇയറിങ്സിൻ്റെയും കളറ് വ്യത്യാസമുള്ളതായിരിക്കും. അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലായത്. ഇനിയിപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ കൗണ്ട് കിട്ടിയല്ലോ ഇവിടെ 6 ബൈ ടോട്ടൽ കോമ്പിനേഷൻ 9. അപ്പോൾ 6/9 2/3 ആണ് പ്രോബബിലിറ്റി ഓഫ് വെയറിങ് എ നെക്ലസ് ആൻഡ് ഇയറിങ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് 2/3. നമുക്ക് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് വെയറിങ് സെയിം കളർ ആ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും 2/3 ആണ് കിട്ടിയത്. ഇത് ഈസി ആയിട്ട് ഒരു പ്രോബബിലിറ്റി കിട്ടി, ഇൻഡിപെൻഡൻറ്റ് ഇവൻ്റ് ആയത് കാരണം 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ദ ഫസ്റ്റ് ഇവൻറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇത് കറക്റ്റായി കിട്ടി ഇവിടെ. ഇനി ഡയറക്റ്റായിട്ട് കാണണം എന്നുള്ളതെങ്കിൽ ഏത് വേസിലൊക്കെയാണ് ടോട്ടൽ എത്ര 9. ഇനി രണ്ടും ഡിഫറെൻ്റ് ആയി വരണമെങ്കിൽ ആദ്യത്തെ ഒരു കളർ ഫിക്സ് ആക്കി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ എല്ലാ കളറും ചൂസ് ചെയ്യാൻ പറ്റില്ല. ഡിഫറെൻറ്റ് കളർ വേണ്ടത് കാരണം 3ൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തു നെക്ലസിൻ്റെ കളർ ചോയ്സ് ആയിട്ട്. അതിൽ നിന്ന് വേറെയുള്ള കളറ് നെക്ലസിൻ്റെ കളർ എടുക്കാൻ പാടില്ല, ഡിഫറെൻറ്റ് കളർ വേണം. അപ്പോൾ 2 ഓപ്ഷൻസ് ആണ് പോസിബിൾ. അപ്പോൾ 3 × 2 ആയി. അപ്പോൾ 6 വേസിലാണ് ഈ ഡിഫറെൻറ്റ് കളർ ഓപ്ഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കുള്ളൂ. അപ്പോൾ പ്രോബബിലിറ്റി 6/9 2/3. ടോപ്പ് ട്യൂഷൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ക്വസ്റ്റ്യൻ: നമ്മുടെ കയ്യിൽ 2 ബോക്സ് ഉണ്ട്. ആദ്യത്തെ ബോക്സിൽ 1 2 3 4 നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുള്ള സ്ലിപ്സ് ഉണ്ട്. രണ്ടാമത്തെ ബോക്സിൽ 1ഉം 2ഉം മാർക്ക് ചെയ്തിട്ടുള്ള സ്ലിപ്സ് ഉണ്ട്. നമ്മൾ ഈ ഓരോ ബോക്സിൽ നിന്നും ഓരോരോ സ്ലിപ്പ് എടുക്കും. ആ കിട്ടുന്ന നമ്പറുകളുടെ സം അതൊരു ഓഡ് നമ്പർ ആയിരിക്കണം. അതിനുള്ള പ്രോബബിലിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ബോക്സിൽ 1 2 3 4 ഉണ്ട്. രണ്ടാമത്തെ ബോക്സിൽ 1 2. നമ്മൾ എടുക്കുന്ന നമ്പർ ആദ്യത്തേന്ന് ഇതിലേതെങ്കിലും ഒരു നമ്പർ 1 2 3 4 ഇന്ന് ഒരു നമ്പർ, രണ്ടാമത്തേന്ന് 1 2. ഇതിൽ ഈ ഏത് കോമ്പിനേഷനിൽ എടുത്താലാണ് നമുക്ക് ഓഡ് സം കിട്ടുക എന്നുള്ളതാണ് പ്രോബബിലിറ്റി വെച്ചിട്ട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു 2 നമ്പറിൻ്റെ സം ഓഡായി വരണമെങ്കിൽ അതിൽ ഒരു നമ്പർ ഓടും രണ്ടാമത്തെ നമ്പർ ഈവനും ആയിരിക്കണം. അതായത് 2 നമ്പറും ഈവൻ ആണെങ്കിൽ അതിനെ സം ചെയ്യുമ്പോൾ നമുക്ക് ഈവൻ നമ്പറേ കിട്ടുള്ളൂ. രണ്ടും ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ സം ചെയ്യുമ്പോൾ
ഈവൻ നമ്പർ കിട്ടുള്ളൂ. നമുക്ക് ഓഡ് സമ്മാണ് വേണ്ടത്. ഓഡ് സം വേണമെങ്കിൽ ഒരു നമ്പർ ഓഡായിരിക്കണം, ഒരു നമ്പർ ഈവൻ ആയിരിക്കണം. അങ്ങനെയുള്ള എത്ര കോമ്പിനേഷനാണ്, എത്ര സെലക്ഷൻ പോസിബിൾ ആവുന്നു എന്നുള്ളതാണ് നമ്മുടെ ഫേവറബിൾ ഔട്ട്കമ്മിൽ വരുന്നത്. ഇവിടെ ആദ്യം നമുക്ക് നോക്കാം. ആദ്യത്തെ ബോക്സിൽ നിന്ന് നമുക്ക് ഓഡ് നമ്പർ എടുക്കുന്നു എന്ന് അസ്യൂം ചെയ്യാം. ആദ്യത്തെ ബോക്സിൽ നിന്ന് ഓഡ് നമ്പർ എടുക്കാനുള്ള ഓപ്ഷൻസ് ഏതാണ്? 1ഉം 3ഉം മാത്രമാണ് ആദ്യത്തെ ബോക്സിൽ നിന്ന് എടുക്കാൻ പറ്റിയ ഓഡ് നമ്പർ. അതായത് 2 ഓപ്ഷൻസ് മാത്രമാണ്, 2 നമ്പർ സെലക്ഷൻ മാത്രമേ ആദ്യത്തെ ബോക്സിൽ നിന്ന് ഓഡ് നമ്പറിന് പറ്റുള്ളൂ. ആദ്യത്തെ ബോക്സിൽ നിന്ന് ഓഡ് എടുത്താൽ സം ഓഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് എന്താ എടുക്കേണ്ടത്? ഈവൻ നമ്പറാണ് എടുക്കേണ്ടത്. അപ്പോൾ ഫേവറബിൾ ഔട്ട്കം ഓഫ് ദ ഈവൻ ഫ്രം ദ സെക്കൻഡ് ബോക്സിൽ നിന്ന് ഈവൻ നമ്പർ എടുക്കാനുള്ള ആകെ ഒരേ ഒരു നമ്പർ സെലക്ഷൻ അല്ലേ പറ്റുള്ളൂ, 2. അപ്പോൾ ഒരു നമ്പർ സെലക്ഷൻ മാത്രമേ പറ്റുള്ളൂ, ചോയ്സ് ഒന്നേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ഓഡ് സം കിട്ടാനായിട്ട് ഫസ്റ്റത്തെ ബോക്സിൽ നിന്ന് നമ്മൾ ഓഡ് എടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്ര കോമ്പിനേഷൻസിൽ നമുക്ക് ഓഡ് സം കിട്ടും? 2 × 1. ഓൺലി 2 ഓഡ് സം കിട്ടാനുള്ള സെലക്ഷനെ പറ്റുന്നുള്ളൂ ഇവിടെ. ഇനി എപ്പോഴും നമ്മൾ ഫസ്റ്റിൽ നിന്ന് ഓഡ് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. ചില കേസിൽ വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റിൽ നിന്ന് ഈവൻ എടുത്തിട്ട് ഓഡ് സെക്കൻഡിൽ നിന്ന് എടുത്താൽ, ഇവിടെ ഒന്ന് ഓടാണെങ്കിൽ മറ്റേത് ഈവൻ ആകണം എന്ന് മാത്രമാണ് നമുക്ക് ഓഡിന് സം കിട്ടാനുള്ള റെസ്ട്രിക്ഷൻ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റിൽ നിന്ന് ഓഡ് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 2 നമ്പേഴ്സ് കിട്ടി. ഇനി സെയിം തിങ് തന്നെ നമുക്ക് ഫസ്റ്റിൽ നിന്ന് ഈവൻ എടുത്ത് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഈവൻ എടുക്കാം. ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഈവൻ എടുക്കുമ്പോൾ നമുക്ക് അവൈലബിൾ ഓപ്ഷൻസ് ഏതൊക്കെ വരിക? 2ഉം 4ഉം സെലക്ഷൻ. അപ്പോഴും 2 ചോയ്സ് മാത്രമാണ് ഈവൻ നമ്പർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഫസ്റ്റിൽ നിന്ന് ഈവൻ എടുത്താൽ സെക്കൻഡിൽ നിന്ന് എന്തായിരിക്കണം? ഓഡ്. സെക്കൻഡിൽ നിന്ന് ഓഡ് എടുക്കാനുള്ള ചോയ്സ് ഏതാണ്? 1. ഒരു 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു നമ്പർ സെലക്ഷൻ മാത്രമാണ് സെക്കൻഡിൽ നിന്ന് പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഈവൻ എടുക്കുന്ന കേസിൽ ഓഡ് സം കിട്ടാനുള്ള ഓപ്ഷൻസ് 2 × 1 അഗെയിൻ 2 കിട്ടി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ 2 ഈ കേസിൽ നിന്നും 2 ഈ കേസിൽ നിന്നും കിട്ടി. ടോട്ടൽ 4 കോമ്പിനേഷൻസിൽ നമുക്ക് ഓഡ് സം കിട്ടുമെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് പെയർസ് ഓഫ് ഗെറ്റിംഗ് ഓഡ് സം, അതായത് 2 × 1 ചെയ്തപ്പോൾ 2 കിട്ടി. ദെൻ ഈ 2 × 1 2. അപ്പോൾ 2 + 2 4 ആണ് ഓഡ് സം കിട്ടാനുള്ള കോമ്പിനേഷൻസ് കിട്ടുന്നത്. ഇനി ഇത് ടോട്ടലായിട്ട് എത്ര ഓപ്ഷൻസ് പ്രോബബിലിറ്റി കാണുമ്പോൾ നമുക്ക് എത്ര കോമ്പിനേഷൻ എത്ര പോസിബിൾ ആണെന്നും വേണമല്ലോ. ഡിനോമിനേറ്റർ പാർട്ട് എന്തായിരിക്കും? ആദ്യത്തെ ബോക്സിൽ നിന്ന് ഒരു സ്ലിപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഏതാണ്? 4 ഉണ്ട്. രണ്ടാമത്തെ ബോക്സിൽ നിന്ന് 2 ഉണ്ട്. ഇവിടെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഓഡോ ഈവനോ സെലക്ഷൻ ഒന്നുമില്ല. ഉള്ള നമ്പർ എനിത്തിങ് സെലക്ട് ചെയ്യാനുള്ള ടോട്ടൽ കോമ്പിനേഷൻസ്. അപ്പോൾ 4 × 2 ആണ് ഡിനോമിനേറ്റർ പാർട്ടിൽ വരുന്ന ടോട്ടൽ ഔട്ട്കംസ്, ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ്. അപ്പോൾ പ്രോബബിലിറ്റി കാണുന്നത് നമുക്ക് ഓഡ് സം കിട്ടാനായിട്ട് ടോട്ടൽ 4 ഔട്ട്കംസ് ബൈ 4 ടോട്ടൽ ഔട്ട്കംസ് 8. 4/8 ദാറ്റ് ഈസ് 1/2. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ ഓരോ നമ്പേഴ്സ് ഓരോ ബോക്സിൽ നിന്നും എടുത്ത് ആ നമ്പേഴ്സിൻ്റെ സം ഈവൻ ആകുന്നതിനുള്ള പ്രോബബിലിറ്റി. നമ്മൾ നേരത്തെ കണ്ടത് സം ഓഡ് ആകാനുള്ള പ്രോബബിലിറ്റി, ഇവിടെ ചോദിച്ചിരിക്കുന്നത് സം ഈവൻ ആകാനുള്ള പ്രോബബിലിറ്റി. 2 നമ്പേഴ്സിൻ്റെ സം ഈവൻ ആകണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ 2ഉം ഓഡായിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ 2ഉം ഈവൻ ആയിരിക്കണം. ആ കേസിലാണ് നമുക്ക് ഈവൻ സം കിട്ടുന്നത്. അപ്പോൾ ആദ്യം നോക്കാം. ഈ നേരത്തെ കണ്ട മാതിരി ഈ ഓരോ ബോക്സിൽ നിന്നും 2ഉം ഓഡായിട്ട് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈവൻ സമ്മിലേക്ക് എത്തുന്ന ആ ഓപ്ഷൻ്റെ എത്ര കൗണ്ട് ഉണ്ടെന്ന് നോക്കാം. ടേക്സ് ഓഡ് ഫ്രം ഫസ്റ്റ്. 2ഉം ഓഡ് എന്നുള്ള ഈ ഏരിയയാണ് നമ്മളിപ്പോൾ ആദ്യം അനലൈസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓഡ് ഫ്രം ഫസ്റ്റ്. ഇതിൽ നിന്ന് ഫസ്റ്റിൽ നിന്ന് ഓഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി ചാൻസ് നമ്പർ ഓഫ് ഓപ്ഷൻസ് 2 ഓപ്ഷൻ 1ഉം 3ഉം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ 2 നമ്പേഴ്സ് പോസിബിൾ. ആദ്യത്തേന്ന് ഓഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 നമ്പറും ഓഡാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈവൻ സം കിട്ടുള്ളൂ. ആദ്യത്തെ ഓഡ് എടുത്താൽ സെക്കൻഡ് നമ്പറും ഓഡ് തന്നെ ആയിരിക്കണം. രണ്ടാമത്തേന്ന് ഓഡ് എടുക്കാനുള്ള ഒരു ചാൻസേ ഉള്ളൂ, 1 മാത്രമേ സെലക്ഷൻ പോസിബിൾ. അപ്പോൾ 1. അപ്പോൾ അതിൻ്റെ ടോട്ടൽ കോമ്പിനേഷൻ എത്ര പറ്റും? 2 × 1 2.
ഇനി ഇതുപോലെ രണ്ടും ഈവൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ സം കിട്ടുമല്ലോ. ഇനി അങ്ങനെയുള്ള കോമ്പിനേഷൻസ് നമുക്ക് അടുത്ത് സെലക്ട് ചെയ്യാം. ടേക്സ് ഈവൻ ഫ്രം ഫസ്റ്റ് ഇന്ന് ഈവൻ എടുക്കുമ്പോൾ 2ഉം 4ഉം പറ്റും, 2 ചോയ്സ് പോസിബിൾ. ആദ്യത്തേന്ന് ഈവൻ എടുത്താൽ രണ്ടാമത്തേന്നും ഈവൻ ആയിരിക്കണം. രണ്ടാമത്തേന്ന് ഈവൻ ആയിരിക്കാനുള്ള ചാൻസ് 2 മാത്രം സെലക്ഷൻ, ഒരു നമ്പർ സെലക്ഷനാണ് പോസിബിൾ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ നമ്പർ 2 × 1 അഗെയിൻ 2 കിട്ടി. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് ഇവിടെ ഈവൻ സം കിട്ടുന്നതിനുള്ള ഓപ്ഷൻസ് 2 + 2 4 ആണ് ഉള്ളത്. അതായത് ഇതിൽ നിന്ന് നമ്പർ പിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈവൻ സം കിട്ടുന്നതിനുള്ള ടോട്ടൽ ഫേവറബിൾ ഔട്ട്കം 4 ആണ്. ടോട്ടൽ പോസിബിൾ ഔട്ട്കം എത്രയാണ് നമുക്കറിയാം. 4 സ്ലിപ്പ് ഉണ്ട്, ഇവിടുന്ന് 4 സെലക്ഷൻ പോസിബിൾ ആണ്. 2 സ്ലിപ്പ് ഉണ്ട്, 2 സെലക്ഷൻ പോസിബിൾ ആണ്. 4 × 2 8 ആണ് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഈവൻ സം എത്രയാണ്? 4/ടോട്ടൽ 4/8 1/2. ഇത് സെയിം തിങ് തന്നെ. നമ്മൾ ഓഡ് സം കിട്ടാനുള്ള പ്രോബബിലിറ്റിയും ഈവൻ സം കിട്ടാനുള്ള പ്രോബബിലിറ്റിയും ഇൻഡിപെൻഡൻറ്റ് ഇവൻസ് ആണ്. അപ്പോൾ 1 - പ്രോബബിലിറ്റി ഓഫ് ഓഡ് സം ചെയ്താൽ നമുക്ക് 1 പ്രോബബിലിറ്റി ഓഫ് ഈവൻ സം കിട്ടി. അപ്പോഴും 1/2 തന്നെ കിട്ടി. ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 2 ബോക്സിൽ ആദ്യത്തെ ബോക്സിലുള്ള നമ്പേഴ്സ് 1 2 3 4 ആണ്. രണ്ടാമത്തെ ബോക്സിൽ 1 2 3. ഇഫ് ഓരോ ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഓഡ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 2 നമ്പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ഓഡ് ആകണമെന്നുണ്ടെങ്കിൽ 2 നമ്പേഴ്സും ഓഡായിരിക്കണം. ആ കേസിൽ മാത്രമാണ് ഒരു 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഓഡായിരിക്കുള്ളൂ. അപ്പോൾ അത്തരം കോമ്പിനേഷൻസ് നോക്കും, 2ഉം ഓഡായിരിക്കണം. അപ്പോൾ ഫസ്റ്റിൽ നിന്ന് ഓഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1ഉം 3ഉം മാത്രമാണ് പോസിബിൾ ഓപ്ഷൻസ് പറ്റുള്ളൂ. അപ്പോൾ 2 ഓപ്ഷൻസ് ആണ് ഓഡ് നമ്പർ ഫസ്റ്റിൽ നിന്ന് എടുക്കാനുള്ള ചാൻസ്. ഫസ്റ്റിൽ നിന്നും ഓഡ്, സെക്കൻഡിൽ നിന്നും ഓഡ് തന്നെ ആയിരിക്കണം. എന്നാലാണ് നമുക്ക് ഓഡ് പ്രോഡക്റ്റ് കിട്ടുള്ളൂ. സെക്കൻഡിൽ നിന്ന് ഓഡ് കിട്ടാനുള്ള ചാൻസ് ഏതൊക്കെയാണ്? 1ഉം 3ഉം കറക്റ്റ് ചോയ്സസ് ആയിരിക്കും. 2 മാത്രമാണ് ഇവിടെ ഈവൻ ഉള്ളൂ. അപ്പോൾ 1ഉം 3ഉം ആയത് കാരണം 2 നമ്പേഴ്സ് സെക്കൻഡിൽ നിന്ന് സെലക്ഷൻ പോസിബിൾ ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഇത് പ്രോഡക്റ്റ് ഓഡ് ആകാൻ വേണ്ടിയിട്ട് കോമ്പിനേഷൻസ് എത്രയാണ്? 2 × 2 4. ടോട്ടൽ 4 ഔട്ട്കംസ് നമുക്ക് ഫേവറബിൾ ആയിട്ട് വരും, അതായത് ഓഡ് പ്രോഡക്റ്റ് കിട്ടാനുള്ളത്. ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്രയൊക്കെയാണ്? ആദ്യത്തേന്ന് 4 സെലക്ഷൻ പോസിബിൾ ആണ്. രണ്ടാമത്തേൽ 3 സെലക്ഷൻ രണ്ടാമത്തെ ബോക്സിൽ നിന്ന്. അപ്പോൾ 4 × 3 ആണ് ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് 12. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഓഡ് പ്രോഡക്റ്റിൻ്റെ ഔട്ട്കം എത്രയാണ്? 4 ടോട്ടൽ ഔട്ട്കം എത്രയാണ്? 12. 4/12 is 1/3. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഓഡ് പ്രോഡക്റ്റ് ഈക്വൽസ് 1/3. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചെറിയ ബാച്ചുകളായുള്ള ട്യൂഷൻ ക്ലാസുകൾക്ക് പുറമെ വീഡിയോ നോട്ടുകൾ, പതിവായുള്ള ടെസ്റ്റുകൾ, പരീക്ഷാ റിവിഷൻ എന്നിവയിലൂടെ മികച്ച വിജയത്തിനുള്ള വഴിയൊരുക്കുന്ന ടോപ്പ് ട്യൂഷൻ സെൻ്ററിൽ ഇന്നു തന്നെ ജോയിൻ ചെയ്യൂ. ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ നോക്കിയത് പ്രോഡക്റ്റ് ഓഡ് ആകാനുള്ള പ്രോബബിലിറ്റിയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഓരോ നമ്പർ എടുത്തിട്ട് ആ നമ്പറിൻ്റെ പ്രോഡക്റ്റ് ഈവൻ ആകാനുള്ള പ്രോബബിലിറ്റിയാണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം 1 - പ്രോബബിലിറ്റി ഓഫ് ഓഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈവൻ പ്രോബബിലിറ്റി ഡയറക്റ്റ് ആയിട്ട് കിട്ടാൻ പറ്റും. 1 - പ്രോബബിലിറ്റി ഓഫ് ഓഡ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു 1/3. ലാസ്റ്റ് ആൻസർ കിട്ടിയത് 1 - 1/3 ചെയ്യുമ്പോൾ 2/3 ആണ് പ്രോബബിലിറ്റി ഓഫ് ദ പ്രോഡക്റ്റ് ബീയിങ് ഈവൻ. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെയെന്ന് നോക്കാം. ഈ വാല്യൂസ് ഉപയോഗിച്ചിട്ട് ഈവൻ പ്രോഡക്റ്റ് കിട്ടാനുള്ള ഓപ്ഷൻസ് അറ്റ്ലീസ്റ്റ് ഒരു നമ്പർ ഈവൻ ആയാൽ മതി. ഈ 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഈവൻ ആകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ ഈവൻ ആയാൽ മതി. നമുക്ക് ആ കേസിൽ നോക്കാം. ഫസ്റ്റത്തെ ബോക്സിൽ നിന്ന് കിട്ടുന്നത് ഈവൻ ആകുന്ന കേസിൽ എത്ര ഓപ്ഷൻസ് അവൈലബിൾ ആണെന്ന് നോക്കാം. ഈവൻ ഫ്രം ഫസ്റ്റ് എടുക്കുന്നതിന് എത്ര ഓപ്ഷൻസ് ഉണ്ട്? 2 ചോയ്സസ് ആണുള്ളത്. 2ഉം 4ഉം 2 നമ്പേഴ്സ് മാത്രമാണ് പോസിബിൾ ഉള്ളത് അവിടെ. ഇനി അറ്റ്ലീസ്റ്റ്
1 ഈവൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈവൻ പ്രോഡക്റ്റ് കിട്ടും. ആ അറ്റ്ലീസ്റ്റ് 1 ഇവിടെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. അതായത് ആദ്യത്തെ ബോക്സിൽ നിന്ന് ഈവൻ നമ്പർ എടുത്തപ്പോൾ ആ അറ്റ്ലീസ്റ്റ് 1 എന്നുള്ള ആ ഡിമാൻഡ് നമ്മളിവിടെ ചെയ്തു, സാറ്റിസ്ഫൈഡ് ആയി. ഇനി അടുത്ത ഓപ്ഷൻ എടുക്കുന്നത് അത് എന്തായാലും കുഴപ്പമില്ല. രണ്ടാമത്തെ ബോക്സിൽ നിന്ന് എടുക്കുന്ന നമ്പറിൽ 1, 2, 3 സെലക്ഷൻ പോസിബിൾ ആണ്. കാരണം പ്രോഡക്റ്റ് ഈവൻ ആകണമെങ്കിൽ ഒരു നമ്പർ ഈവൻ ആയിരിക്കണം. അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ബോക്സിൽ നിന്ന് എടുത്തത് ഈവൻ എടുത്തപ്പോൾ അത് കറക്റ്റായി. ഇനി സെക്കൻഡ് ബോക്സിൽ നിന്ന് എന്തെടുത്താലും നമുക്ക് പ്രോഡക്റ്റ് ഈവൻ ആയിട്ട് വന്നോളും. അപ്പോൾ ചോയ്സ് 1, 2, 3 നമ്പേഴ്സ് പോസിബിൾ ആണ് സെക്കൻഡ് ബോക്സിൻ്റെ സെലക്ഷനിൽ. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഈവൻ എടുത്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഈവൻ ആകാനുള്ള കോമ്പിനേഷൻസ് 2 × 3 ആണ് 6. ഇനി നെക്സ്റ്റ് നോക്കാം. അറ്റ്ലീസ്റ്റ് 1 ഈവൻ ആയാൽ മതിയല്ലോ നമുക്ക് ഈവൻ പ്രോഡക്റ്റ് കിട്ടാനായിട്ട്. ഈ കേസിൽ നമ്മൾ എടുത്തത് ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഈവൻ എടുത്ത്. നമുക്ക് നോക്കാം, ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഓർഡർ എടുത്തിട്ട് സെക്കൻഡ് ബോക്സിൽ നിന്ന് നമ്മൾ ഈവൻ എടുത്ത് നോക്കാം. സെക്കൻഡ് ബോക്സിലേക്ക് ഫസ്റ്റ് ബോക്സിൽ നിന്ന് നോക്കൂ. ഇപ്പോൾ നമ്മൾ എടുത്തത് ഫസ്റ്റ് ബോക്സിൽ നിന്ന് നമ്മൾ എടുത്തത് ഓടാണെന്ന് വിചാരിക്കും. ഫസ്റ്റ് ബോക്സിൽ ഓഡ് എടുത്തു കഴിയുമ്പോൾ ഓഡ് എടുക്കാനുള്ള പ്രോബബിലിറ്റി 2 ചോയ്സ് 1ഉം 3ഉം. അപ്പോൾ 2 നമ്പേഴ്സ് കിട്ടി. ഇനി ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഓടാണ് എടുത്തെങ്കിൽ നമുക്ക് ഈവൻ പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 1 ഈവൻ ആയിരിക്കണം. അപ്പോൾ സെക്കൻഡ് ബോക്സിൽ നിന്ന് എടുക്കുന്നത് എന്തായാലും ഈവൻ ആയിരിക്കണം. ബിക്കോസ് ഓഡ് ഒരു നമ്പർ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ആ കേസിൽ നമുക്ക് സെക്കൻഡ് ഈവൻ ആയാൽ മാത്രമാണ് ഈവൻ പ്രോഡക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ സെക്കൻഡ് ബോക്സിൽ നിന്നുള്ള ചോയ്സ് 2 മാത്രമാണ് സെലക്ഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. ഒരു നമ്പർ സെലക്ഷൻ, ഒരു ചോയ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ നിന്ന് ഓഡ് എടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഈവൻ ആകാനുള്ള കൗണ്ട് എത്രയാണ്? 2 × 1 2. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ കൗണ്ട് എത്രയാണ്? 6 + 2 8. പ്രോഡക്റ്റ് ഈവൻ ആകാനുള്ള കൗണ്ട് 6 + 2 8 ആണ്. മനസ്സിലായല്ലോ? ഇവിടെ ആദ്യത്തേന്ന് ഈവൻ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് 6 കിട്ടി. ആദ്യത്തേന്ന് ഓഡ് എടുത്ത് നമുക്ക് വേണ്ട ഡിമാൻഡ് സാറ്റിസ്ഫൈഡ് ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇവിടെ 2 കിട്ടി. അപ്പോൾ ഈ കോമ്പിനേഷൻ 6 + 2 ഫേവറബിൾ ഔട്ട്കം നമുക്ക് 8 ഉണ്ട്. ഇനി ടോട്ടൽ ഔട്ട്കം നമുക്കറിയാം 4 × 3 12 ആണ് ടോട്ടൽ ഔട്ട്കം. പ്രോബബിലിറ്റി ഓഫ് പ്രോഡക്റ്റ് ബീയിങ് ഈവൻ എത്രയാണ്? ടോട്ടൽ കൗണ്ട് ഓഫ് ഈവൻ പ്രോഡക്റ്റ് 8. അപ്പോൾ 8/12 2/3. ഇവിടെ നമുക്ക് കിട്ടിയത് 2/3. 1 - പ്രോബബിലിറ്റി ഓഫ് ഓഡ് ചെയ്തപ്പോൾ 2/3. സെയിം തിങ്. ക്വസ്റ്റ്യൻ, നമുക്ക് 1, 2, 3 നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് ഫോം ചെയ്യാവുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സ്, അതിൽ നിന്ന് ഒരു നമ്പർ ചൂസ് ചെയ്താൽ ആ നമ്പേഴ്സ് ഡിജിറ്റ്സ് രണ്ടും സെയിം ആകാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 1, 2, 3 ഉപയോഗിച്ച് ഒരു 2 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കണം. ആ നമ്പറിന് സെയിം ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ആദ്യം നോക്കാം. പോസിബിൾ 2 ഡിജിറ്റ് നമ്പേഴ്സ്, ഈ 1, 2, 3 നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് പോസിബിൾ ആണ്? 2 ഡിജിറ്റ് നമ്പറിൽ 2 പ്ലേസസ് ആണുള്ളത്. 10th പ്ലേസിൽ എത്ര ഓപ്ഷൻസ് അവൈലബിൾ ആണ്? 1 ആകാം, 2 ആകാം, 3 ആകാം. അതായത് 3 നമ്പേഴ്സ് പോസിബിൾ ആണ് 1, 2, 3ൽ ഏതെങ്കിലും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് 3 ആണ്. 1th പ്ലേസിലെ ഓപ്ഷൻസും നമുക്ക് ഇവിടെ ഒരു കാർഡിൽ 1, 2, 3 എഴുതിയിട്ട് അത് വെച്ചിട്ടല്ല നമ്മൾ ഫില്ല് ചെയ്യണമെന്നല്ല പറഞ്ഞത്. ഇത്രയും 1, 2, 3 എന്നുള്ള ഡിജിറ്റ് യൂസ് ചെയ്തിട്ട് നമ്പർ ഉണ്ടാക്കിക്കോ, ഡിജിറ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10th പ്ലേസിൽ 1, 2, 3 ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് 1th പ്ലേസിലും ഈ സെയിം ഡിജിറ്റ് യൂസ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ ഇവിടെ ഉണ്ടാവില്ല. അതായത് 1th പ്ലേസിൽ നമുക്ക് ഈ 1, 2, 3 നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് 3 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഈ 1, 2, 3 ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് എത്രയാണ്? 3 × 3 9 നമ്പേഴ്സ്. ഇനി നമുക്ക് ഇതാണ് ഡിനോമിനേറ്റർ പാർട്ട്. ന്യൂമറേറ്റർ പാർട്ടിൽ ഫേവറബിൾ ഔട്ട്കംസ് എത്രയൊക്കെയാണ്? സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ് ആയിരിക്കണം. അതായത് 1, 1, 2, 2, 3, 3 3 നമ്പേഴ്സ് മാത്രമാണ് നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഫേവറബിൾ ഔട്ട്കം ഈ 3 കാണാനായിട്ട് വേറെ വിധത്തിൽ നോക്കുകയാണെങ്കിൽ 1th പ്ലേസിൽ 1, 2, 3 നമ്പേഴ്സിന് 3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ 3. 10th പ്ലേസിൽ ഈ 1, 2, 3 ഓപ്ഷൻസ് ഉണ്ടോ? ഇല്ല. ബിക്കോസ് നമുക്ക് 10th പ്ലേസിൽ ഏത് നമ്പറാണോ ഉപയോഗിച്ചത് ആ സെയിം നമ്പർ മാത്രമാണ് 1th പ്ലേസിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അവിടെ വേറെ സെലക്ഷൻ ഇല്ല.
സെയിം നമ്പർ റിപ്പീറ്റ് ചെയ്ത ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത നമ്പറാണ് നമ്മൾ നോക്കുന്നതല്ലോ. അപ്പോൾ ടെൻസ് പ്ലേസിന് 3 ഓപ്ഷൻസ്, വൺസ് പ്ലേസിന് ഓൺലി 1 ഓപ്ഷൻ. സോ 3 × 1 3. അങ്ങനെയാണ് ഫേവറബിൾ ഔട്ട്കംസ് 3, അതായത് 1 1 2 2 3 3. ഇനി പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ദ സെയിം ഡിജിറ്റ്. അപ്പോൾ സെയിം ഡിജിറ്റ് ആകുന്നതിനുള്ള ഫേവറബിൾ ഔട്ട്കം 3 ആണ്. ടോട്ടൽ ഔട്ട്കം 9 ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീങ് സെയിം 3/9, that is 1/3. Question. For all the 2-digit numbers 1 2 3 ഡിജിറ്റ്സ് ഉപയോഗിച്ച് ഫോം ചെയ്യാവുന്ന 2-digit നമ്പേഴ്സിൽ നിന്ന് ഒരു നമ്പർ ചൂസ് ചെയ്താൽ ആ നമ്പറിൻ്റെ സം ഓഫ് ഡിജിറ്റ്സ് 4 ആകാനുള്ള പ്രോബബിലിറ്റി. 2-digit നമ്പർ 1 2 3 ഉപയോഗിച്ചിട്ടുള്ള ഡിജിറ്റ്സ് ഉപയോഗിച്ച് ആണ് നമ്മൾ ഉണ്ടാക്കിയത്. സം ഓഫ് ഡിജിറ്റ് 4 ആയിരിക്കണം. ഓക്കെ. ടോട്ടൽ പോസിബിൾ 2-digit നമ്പേഴ്സ് ഈ 1 2 3 ഡിജിറ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ടെൻസ് പ്ലേസിൽ ഓപ്ഷൻസ് 1 2 3 ഉണ്ട്. 3 നമ്പേഴ്സ് വൺസ് പ്ലേസിലും 1 2 3 ഏത് നമ്പേഴ്സും ആകാം. അപ്പോൾ 3 വൺസ് പ്ലേസിലും പോസിബിൾ ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് 2-digit നമ്പേഴ്സ് 1 2 3 ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത് 3 × 3 9 ആണ്. അതാണ് നമ്മുടെ ഡിനോമിനേറ്റർ പാർട്ട്, ടോട്ടൽ ഔട്ട്കം. ഇനി ഫേവറബിൾ ഔട്ട്കം ഏതൊക്കെയാണ്? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ഡിജിറ്റ് 4 ആയിരിക്കണം. സം ഓഫ് ഡിജിറ്റ് 4 ആകുന്നതിന് ആദ്യത്തെ ഡിജിറ്റ് നമ്മൾ 1 സെലക്ട് ചെയ്തു. എന്നാൽ 1 സെലക്ട് ചെയ്താൽ സം 4 ആകണമെങ്കിൽ സെക്കൻഡ് ഡിജിറ്റ് എന്തായാലും നമ്മൾ 3 സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ 1ൻ്റെ കൂടെ ഈ റിസൾട്ട് 4 സം വരുന്ന ഒരു കോമ്പിനേഷനും നമുക്ക് അവൈലബിൾ അല്ല. 1 2 3 ഡിജിറ്റ്സ് മാത്രമേ നമുക്ക് ആ നമ്പറിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 എടുത്താൽ സെക്കൻഡ് ഡിജിറ്റ് എന്തായാലും 3 ആയിരിക്കണം. ഇനി ഫസ്റ്റ് ഡിജിറ്റ് 2 ആണ് എടുക്കുന്നതെങ്കിൽ സെക്കൻഡ് ഡിജിറ്റ് എന്തായാലും 2 ആയിരിക്കണം. എന്നാലാണ് 2 + 2 4 ആകുള്ളൂ. ഇനി നെക്സ്റ്റ് ഡിജിറ്റ് 3 ഫസ്റ്റ് ഡിജിറ്റ് 3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡിജിറ്റ് എന്തായാലും 1 ആയിരിക്കും. 3 + 1 4 ആകും. അപ്പോൾ ഈ 3 നമ്പേഴ്സ് മാത്രമാണ് 1 2 3 ഡിജിറ്റ്സ് ഉപയോഗിച്ച് നമ്പർ ഉണ്ടാക്കിയാൽ അതിൻ്റെ സമ്മ് 4 ആയി വരുള്ളൂ. അപ്പോൾ ഫേവറബിൾ ഔട്ട്കം 3 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. ടോട്ടൽ 9 2-digit നമ്പേഴ്സ് ഇത് വെച്ച് ഉണ്ടാക്കിയതിൽ 3 നമ്പേഴ്സ് മാത്രമാണ് നമ്മുടെ ഫേവറബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് സം ഓഫ് ഡിജിറ്റ് 4 = 3/9 = 1/3. പ്രോബബിലിറ്റി ഓഫ് ദ സം ഓഫ് ഡിജിറ്റ്സ് ബീയിങ് 4 = 1/3. ഇതുപോലുള്ള വീഡിയോകൾക്കായി ടോപ്പ് ട്യൂഷൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ക്വസ്റ്റ്യൻ. ഇത് ഒരു ഹാൻഡ് ഗെയിം റിലേറ്റഡ് വിന്നിംഗ് പ്രോബബിലിറ്റി അനലൈസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഒരു ഗെയിം 2 പ്ലേയേഴ്സ് ഉണ്ട്. 2 പ്ലേയേഴ്സും അവരുടെ കയ്യിൽ ഓരോ നമ്പേഴ്സ് 0 to 5 വരെ നമ്പേഴ്സ് ആണല്ലോ നമുക്ക് ഫിംഗേഴ്സ് ഉപയോഗിച്ച് കാണിക്കാൻ പറ്റുന്നത്. 2 പ്ലേയേഴ്സും കളിയുടെ തുടക്കത്തിൽ ഒരാൾ ഈവൻ സെലക്ട് ചെയ്യും, ഒരാൾ ഓഡ് സെലക്ട് ചെയ്യും. എന്നിട്ട് 2 പേരും സെയിം ടൈമിൽ 2 പേരുടെയും കൈ കാണിക്കും. 2 പേരും ഓരോ നമ്പേഴ്സാണ് കാണിക്കുന്നത്. ആ നമ്പേഴ്സിൻ്റെ സം ഓഡ് ആയിട്ടുണ്ടെങ്കിൽ ആദ്യം ഓഡ് സെലക്ട് ചെയ്ത ആൾ സ്കോർ കിട്ടും. ആ സം ഈവൻ ആയിട്ടുണ്ടെങ്കിൽ ആദ്യം ഈവൻ സെലക്ട് ചെയ്ത ആൾക്ക് സ്കോർ കിട്ടും. അങ്ങനെ ഫൈനലി നമ്മൾ നോക്കും ആർക്കാണ് കൂടുതൽ സ്കോർ. അതാണ് ആ ഗെയിം നടക്കുന്നത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഇനിഷ്യലി ഓഡ് സെലക്ട് ചെയ്താലാണോ ഈവൻ സെലക്ട് ചെയ്താലാണോ നമ്മുടെ വിന്നിംഗ് പ്രോബബിലിറ്റി കൂടുക എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ ഓഡ് സെലക്ഷനും ഈവൻ സെലക്ഷനും സം കിട്ടാനായിട്ടുള്ള പ്രോബബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരാൾ നമുക്ക് ഫിംഗേഴ്സ് കാണിക്കുന്നതിനുള്ള ഓപ്ഷൻസ് ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 പേരുടെ ഈ സം ഓഡ് ആണെന്നുണ്ടെങ്കിൽ ഈവൻ ആണെന്നുണ്ടെങ്കിലും ഓരോരുത്തർക്കും അങ്ങനെ സ്കോർ കിട്ടി ഫൈനലി ടോട്ടൽ സ്കോർ നോക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഈവൻ സം സെലക്ഷൻ ആണോ ഓഡ് സം സെലക്ഷൻ ആണോ നമ്മുടെ വിന്നിംഗ് ചാൻസ് കൂട്ടുക എന്ന് നമുക്ക് പ്രോബബിലിറ്റി വെച്ചിട്ട് നോക്കാം. ഇവിടെ ഒരു ഓഡ് സം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ 1 നമ്പർ ഓഡ് ആയിരിക്കണം, അതർ നമ്പർ ഈവൻ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ സം നമുക്ക് ഓഡായിട്ട് കിട്ടുള്ളൂ. ഒരാൾ ഓഡ് കാണിച്ചാൽ മറ്റാൾ എന്തായാലും ഈവൻ ആയിരിക്കണം കാണിക്കണേ. എന്നാൽ മാത്രമാണ് നമുക്ക് ആ നമ്പർ നമുക്ക് ഓഡായിട്ട് സം കിട്ടുള്ളൂ. ഇനി ഈവൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ 2ഉം ഓഡായിരിക്കണം, അല്ലെങ്കിൽ 2ഉം ഈവൻ ആയിരിക്കണം.
ഈ കേസ് ആണെങ്കിലാണ് ഈവൻ സം കിട്ടുന്നത്. ഇനി ഓരോന്നിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് നോക്കാം. ഈച്ച് പ്ലെയറിന് എത്ര ഓപ്ഷൻസ് ആണ് ഉള്ളത്? 0 to 5 ഫിംഗേഴ്സ്. 0 കാണിക്കാം, അല്ലെങ്കിൽ 5 ഫിംഗേഴ്സും കാണിക്കാം. 0 to 5 അതായത് 1 2 3 4 5 6 ഓപ്ഷൻസ്. 0 കൂടി ഇൻക്ലൂഡ് ആകുമ്പോഴേക്ക് 6 ഓപ്ഷൻസ് ആണ് ഓരോരുത്തർക്കും ഉള്ളത്. അപ്പോൾ ടോട്ടൽ ഔട്ട്കംസ് ഡിനോമിനേറ്റർ പാർട്ട് എങ്ങനെ കിട്ടുന്നത്? ഫസ്റ്റത്തെ ആൾക്ക് 6 ഓപ്ഷൻസ് ഉണ്ട്, സെക്കൻഡത്തെ ആൾക്കും 6 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ കോമ്പിനേഷൻ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ 6 × 6 36 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ഉള്ളത്. ഇനി അതിൽ ഈവൻ കിട്ടിയാലാണ്, ഈവൻ സം കിട്ടുന്നതാണ് ഒരാളുടെ ചാൻസ് നോക്കുന്നത്. അപ്പോൾ ഇതിന് ഈവൻ സം കിട്ടാനുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഈവൻ സം ആകണമെന്നുണ്ട്, ആദ്യം നമുക്ക് ഈവൻ സം നോക്കാം. ഈവൻ സം കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ടും ഓഡായിരിക്കണം, അല്ലെങ്കിൽ രണ്ടും ഈവൻ ആയിരിക്കണം. രണ്ടും ഓഡായിരിക്കുന്നതാണ് ഈ 3/3 ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഈ 3/3 കിട്ടിയത്? ഈവൻ ആദ്യത്തെ ആൾക്ക് ഈവൻ എടുക്കാനുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 0 2 4 ഈ 3 ഓപ്ഷൻസ് ആണ് ഫസ്റ്റത്തെ ആളുടെ ഈവൻ സെലക്ഷനുള്ള പോസിബിലിറ്റി. അപ്പോൾ 3 നമ്പേഴ്സ് പോസിബിൾ. രണ്ടാമത്തെ ആൾക്കും സെയിം തിങ്, രണ്ടാമത്തെ നമ്പറും ഈവൻ ആയിരിക്കും. രണ്ടും ഈവൻ ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും ഓഡായിരിക്കണം. അപ്പോൾ ആദ്യത്തെ ഈവൻ, രണ്ടാമത്തെ ആളും ഈവൻ തന്നെ എടുക്കുമ്പോൾ 0 2 4. അപ്പോൾ രണ്ടാൾക്കാർക്കും 3 നമ്പേഴ്സ് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ 3 × 3 ആണ് ഈവൻ വെച്ചിട്ടുള്ള ചാൻസ്. ഇനി രണ്ടാളും ഓഡ് ആണ് കാണിച്ചെങ്കിലും ഇയാൾക്ക് സ്കോർ കിട്ടാം. അതായത് രണ്ടും ഓഡാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആൾ ഓഡ് എടുക്കാനുള്ള ചാൻസ് 1 3 5 3 നമ്പേഴ്സ്. രണ്ടാമത്തെ ആളും ഓഡ് തന്നെ 1 3 5. അപ്പോൾ 3 × 3 ഇത്. അതായത് രണ്ടും ഓഡ് ആയ വിധത്തിൽ ഈ ഈവൻ സം കിട്ടാനുള്ളത് 3/3. രണ്ടും പേരും ഓഡ് നമ്പർ സെലക്ട് ചെയ്തിട്ട് ഈ ഈവൻ സം കിട്ടാനുള്ള കോമ്പിനേഷൻ 3/3. അങ്ങനെ ടോട്ടൽ 18 കോമ്പിനേഷൻസിൽ ഈവൻ സം കിട്ടുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. ഇനി പ്രോബബിലിറ്റി ഓഫ് ഈവൻ സം 18 ആണ് ഈവൻ സം കിട്ടാനുള്ള ഫേവറബിൾ കൗണ്ട്. ടോട്ടൽ കൗണ്ട് 36. 18/36 1/2. 1/2 ആണ് പ്രോബബിലിറ്റി ഓഫ് ഈവൻ സം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഈവൻ സം 1/2 ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഓഡ് സം നമുക്ക് 1 - പ്രോബബിലിറ്റി ഓഫ് ഈവൻ സം ചെയ്താൽ മതി. അപ്പോൾ 1/2. രണ്ടിൻ്റെ പ്രോബബിലിറ്റി സെയിം ആണ്. ഇറ്റ് ഈസ് എ ഫെയർ ഗെയിം. ദ ചോയ്സ് ഓഫ് ഓഡ് ആൻഡ് ഈവൻ ഡസ് നോട്ട് എഫക്ട് ദ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ്. ഇത് ഒരു ഫെയർ ഗെയിം ആണ്. രണ്ടുപേരുടെയും വിന്നിങ് പ്രോബബിലിറ്റി സെയിം ആണ്. ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ 0 കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സൊല്യൂഷനാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു നമ്പറും കാണിക്കാതെ നമ്മൾ ക്രോസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ 0 ആണ്. അതായത് 0യും കൂടി ഒരു ഓപ്ഷനായി ഇൻക്ലൂഡ് ചെയ്തത് കാരണമാണ് നമുക്ക് ഈവൻ നമ്പേഴ്സിൻ്റെ കൗണ്ടിൽ 0 2 4 3 നമ്പേഴ്സ് കിട്ടിയത്. അതുകൊണ്ടാണ് 3 ഓഡ് നമ്പേഴ്സും 3 ഈവൻ നമ്പേഴ്സുമായിട്ട് ഒരു ഫെയർ ഗെയിമായിട്ട് ഇത് മാറിയത്. ചില കേസിൽ പ്രോബ്ലം സൊല്യൂഷനിൽ ഈ 0 ഒരു ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യില്ല. 1 2 3 4 5 ഫിംഗേഴ്സ് കാണിക്കുന്ന മാത്രമാണ് അങ്ങനെയുള്ള വിധത്തിൽ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈവൻ നമ്പേഴ്സ് ഓൺലി 2ഉം 4ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് 2 ഓപ്ഷൻ മാത്രമാണ് ഈവൻ നമ്പർ, 3 ഓപ്ഷൻ ഓഡ് നമ്പറാണ്. അപ്പോൾ അത് ഈവൻ ആയിട്ടുള്ളതല്ല. ഒരെണ്ണം കൂടുതലും ഒരെണ്ണം കുറവുമായിട്ടുള്ള നമ്പേഴ്സാണ്. അപ്പോൾ പ്രോബബിലിറ്റിക്ക് വ്യത്യാസം ഉണ്ടാകും. നമ്മൾ ഇപ്പോൾ ഈ സൊല്യൂഷൻ ചെയ്തിരിക്കുന്നത് ഒരു ഫിംഗറും കാണിക്കാതിരുന്നാൽ 0 നമ്പർ കാണിച്ചു എന്നുള്ള ആ ഓപ്ഷനിൽ 0യും കൂടി ഒരു ഈവൻ നമ്പറിലേക്ക് വരുന്ന വിധത്തിൽ 3 3 എന്നുള്ള ഒരു ഫെയർ ആയിട്ടുള്ള, രണ്ടും ഈക്വൽ ആയിട്ടുള്ള കോമ്പിനേഷൻസിലേക്കാണ്. അങ്ങനെയാണ് നമുക്ക് ഈ 1/2 രണ്ടുപേരുടെയും പ്രോബബിലിറ്റി ആയിട്ട് കൺക്ലൂഡ് ചെയ്തത്. പാലക്കാട് നിവാസികളെ ടോപ്പ് ട്യൂഷന്റെ ക്ലാസ് റൂം ട്യൂഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.